അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിന് വീണ്ടും തുടങ്ങാനായിരുന്നു തീരുമാനം. പക്ഷേ കടുത്ത വെല്ലുവിളിയാണ്. മഴ, കുത്തൊഴുക്ക്, ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. പുഴയിലിറങ്ങാൻ മാൽപ്പെ വന്നെങ്കിൽ പോലും പോലീസിന്റെ അനുമതിയില്ല. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? ഇപ്പോൾ പോലീസുകാർക്ക് വന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ചൊല്ലിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ വെള്ളം ശരിയില്ലേ, അനുമതിയില്ലെന്ന് ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൊല്ലി ഞങ്ങൾ വന്നിട്ട് ഒരു ഡൈ ആക്കാൻ ചൊല്ലി, അവർ ഡൈ വേണ്ട, അവരോട് ബുദ്ധിമുട്ടാവാൻ ചൊല്ലി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു 5ാമത്തെ പ്രാവശ്യം ഇവിടെ വന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞ ഇവിടെ ഒരു 200 കിലോമീറ്ററോ, അതിന് ഒന്നും നോക്കില്ല. നമ്മൾ ചിലവില്ല പൈസ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ വരണം എന്നെ പറഞ്ഞ് ഇവിടെ 3 ആളുണ്ട്. ഒരു അർജുനുണ്ട്, പിന്നെ ലോക്കൽ പേരെന്നാ ലോകേഷ്, പിന്നെ ജഗന്നാഥ്. 3 പേരുടെ ശവ കിട്ടില്ല. ആ ശവ എന്തെങ്കിലും എടുത്തിട്ട് നോക്കാമെന്ന് വന്നിട്ടുണ്ട് ഇവിടെ. എന്താണ് പുഴയിലെ അവസ്ഥ? ജലനിരപ്പ്, കുത്തൊഴുക്കൊക്കെ? കുത്തോടിയിൽ ഒരു 2 മണി വരെ വേലയാക്കാം, പിന്നെ വേലയാക്കാനാവില്ല. ആ സമയം ഇപ്പോൾ തണ്ണി കമ്മിയുണ്ടല്ലോ 2 മണിക്ക്, അത് 2 മണിക്ക് പെർമിഷൻ ഇല്ലേ. ഇപ്പോൾ അനുമതി ലഭിച്ചില്ലെങ്കിൽ എന്താണ് അടുത്ത നീക്കം നിങ്ങളുടെ? അടുത്ത നീക്കം ഞങ്ങളിപ്പോൾ ഈ പോലീസുകാരാവട്ടോ, പിന്നെ ജില്ലാടത്താവട്ടോ, ലോക്കലാവട്ടോ, ആരെ കൂപ്പിടെങ്കിലും ഞങ്ങൾ വന്നിട്ട് ചെയ്യും. MLA ആയിട്ട് ബന്ധപ്പെട്ടിരുന്നോ? MLA ഇപ്പോൾ അവർ ഇന്നലെ ഫോണാക്കിയിട്ടുണ്ട്. 4-ാം തീയതി ഞങ്ങൾ തുടങ്ങുന്നു. ഇപ്പോൾ അവരുടെ PA അവർ വന്നിട്ടുണ്ട് നോക്കാമെന്ന്. ഇപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോകാനുള്ള തീരുമാനമാണോ? ഇപ്പോൾ അവർ പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാനാവില്ല. പെർമിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂ. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ വന്ന സ്ഥിതിക്ക്? സംഭവം 3 പേരുടെ ഒരു ശവ കീഴേ ഉണ്ട്. ഇപ്പോൾ തണ്ണി കൊഞ്ചം സൈഡിൽ ഞങ്ങൾ ഒരു 20 ഫീറ്റ് നമ്മ ഈ റോഡിൻ്റെ 20 ഫീറ്റ് തണ്ണി കീഴേ സൈഡിൽ നോക്കാന്നിട്ട് ഇവിടെ വന്നിപ്പോൾ ഞങ്ങൾ ഈ സൈഡ് നോക്കണോ, പിന്നെ പെർമിഷൻ കിട്ടില്ല. നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോൾ പരിശോധിക്കാനുള്ള സാഹചര്യമാണോ ഉള്ളത്? ഇല്ല, ഒരേ മാതിരി മെനഞ്ഞെന്ന് എങ്ങനെ നോക്കി കണ്ണും കാണാൻ വയ്യ, അതേമാതിരി ഇരിക്കും. എന്തെങ്കിലും ഈ സൈഡ് ഞങ്ങൾ നോക്കില്ല. സൈഡ് നോക്കിയ കൊഞ്ചം ഞങ്ങൾ തട്ടുവന്ന് നോക്കാന്ന് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്ന അന്നത്തെ പോലെ തന്നെ ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പരമായി മെനഞ്ഞെന്ന് എങ്ങനെ ഇരുന്ന് റെഡായിട്ട് അതേമാതിരി 0. അതോടൊപ്പം തന്നെ കനത്ത മഴയുണ്ട് ഇന്നും. മഴ ഒത്തിരി ഉണ്ടല്ലേ. ഇവിടെ മഴയില്ല, മേൽഭാഗത്തിൽ ഒത്തിരി മഴയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ദേശം ഈ സാഹചര്യത്തിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇല്ല, അവരിപ്പോൾ നമ്മളെ പെർമിഷൻ മേലധികാരി എന്നെ ചൊല്ലുവർ, ജില്ലാധികാരി എന്നെ ചൊല്ലുവർ. ആ സമയത്ത് ഞങ്ങൾ തുടങ്ങും. പിന്നെ ഇന്ന് തിരികെ പോവുകയാണ്. തിരിഞ്ഞു പോകും. ഇന്ന് പോലീസിന്റെ അനുമതിയില്ല, അതോടൊപ്പം തന്നെ പ്രതിസന്ധിയുണ്ട് വെള്ളത്തിലിറങ്ങാൻ എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ മടങ്ങി പോവുകയാണ് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഷിരൂരിൽ നിന്നും രഞ്ജിത്ത് പനിപടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.